കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5-നുള്ള ചികിത്സാ ദൗത്യം ഇന്ന് തുടങ്ങും. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ രാവിലെ ദൗത്യം തുടങ്ങും. മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം ഉൾക്കാട്ടിലേക്ക് തുരത്തലാണ് ദൗത്യം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ നിലവിൽ കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5-നുള്ള ചികിത്സാ ദൗത്യം ആരംഭിക്കുക? കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ PT5-നുള്ള ചികിത്സാ ദൗത്യം ഇന്ന് തുടങ്ങുകയാണ്. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിൽ രാവിലെ ദൗത്യം തുടങ്ങും. മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷമായിരിക്കും പിന്നീട് ഉൾക്കാട്ടിലേക്ക് പോകുക. എന്തായാലും കണ്ണിന് പരിക്കേറ്റ PT5-നെ ചികിത്സിക്കുക എന്നുള്ളത് പ്രഥമമായ ദൗത്യം തന്നെയാണ് വനപാലകർ കാണുന്നത്. അതിനായുള്ള ദൗത്യം ഇന്ന് ആരംഭിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഡോക്ടർ അരുൺ സഖറിയ എത്തണം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ രാവിലെ ദൗത്യം തുടങ്ങും. ആദ്യം മയക്കുവെടി വയ്ക്കുക എന്നുള്ളതാണ്. അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ചികിത്സ നൽകുക. തുടർന്നായിരിക്കും ആനയെ ഉൾക്കാട്ടിലേക്ക് വിടുക. പക്ഷേ അതിനു മുൻപ് കൃത്യമായി തന്നെ ചികിത്സ നൽകി അതിനുശേഷം മാത്രമേ ഉൾക്കാട്ടിലേക്ക് വിടാനും സാധിക്കുകയുള്ളൂ. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ. മലമ്പുഴ തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന PT5 എന്ന കൊമ്പൻ, ആ കൊമ്പനെ കണ്ണിന് കാഴ്ച പരിമിതിയുണ്ട് എന്നുള്ളത് നമ്മൾ ജനം TV ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും അതിനുശേഷം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ളൊരാവശ്യമായി ഉയർന്നത് ഈ ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടി അതിന് ചികിത്സ നൽകണം എന്നുള്ളതാണ്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസമായി ഈ ആനയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. ഇതിനെ പഴങ്ങളിലും മറ്റുമൊക്കെ മരുന്ന് നൽകി അതിന് മുന്നിൽ വെച്ചുകൊണ്ട് ചികിത്സയ്ക്കുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ചികിത്സ നൽകാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഫലവത്താവാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടിക്കൊണ്ട് അതിന് ചികിത്സ നൽകാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ആനയെ ചികിത്സയ്ക്ക് നൽകുന്നതിൻ്റെ ആ ദൗത്യം ഇന്നിപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. എൻ്റെ പുറകിൽ 2 കുങ്കിയാനകളെ നമുക്ക് കാണാൻ സാധിക്കും. വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളാണ് ഇവിടെ വയനാട്ടിൽ നിന്നും ഈ ദൗത്യത്തിനായിട്ട് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് ഈ PT5 എന്ന ആനയെ പിടികൂടുന്നതിന് വേണ്ടി വനം വകുപ്പിൻ്റെ 15-അംഗ സംഘമാണ് ഈ ആനയെ പിടികൂടുന്നതിന് വേണ്ടി ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാട്ടിലേക്ക് തിരിക്കാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ നിന്നും ഉദ്യോഗസ്ഥ സംഘം കാട്ടിലേക്ക് തിരിക്കും. തുടർന്ന് ഈ ആനയെ പിടികൂടുന്ന ആ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ആനയ്ക്ക് കണ്ണിൻ്റെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം അതിന് വേണ്ട വിധത്തിലുള്ള ചികിത്സ നൽകുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. കണ്ണിൻ്റെ ഈ 2 കണ്ണിനും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് വനംവകുപ്പ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട് ആ പരിശോധന നടത്തി പിന്നീട് അതിന് വേണ്ട മറ്റ് മരുന്നും മറ്റും നൽകി കണ്ണിന് കാഴ്ച വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതാണ്. അതേസമയം ഏതെങ്കിലും തരത്തിൽ ഈ ആനയ്ക്ക് കാഴ്ച വീണ്ടെടുത്ത് അതിനെ ഒന്നുകിൽ കാട്ടിൽ തുറന്നു വിടും, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ദൗത്യ സംഘം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കാട്ടിലേക്ക് തിരിക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് തന്നെ വനംവകുപ്പ് ഈ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കഞ്ചിക്കോട് മലമ്പുഴ റൂട്ടിലെ പന്നിമട ഭാഗത്താണ് ഈ ആന ഉള്ളത് എന്നുള്ളതാണ്. ആനയ്ക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ ദൂരത്തേക്ക് പോവുകയോ മറ്റോ ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ആനയുടെ മുൻവശത്തും പുറകുവശത്തുമായിട്ട് മുറിവുകൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഈ മുറിവുകൾ എന്നുള്ളത് ഒന്നുകിൽ
മറ്റാനകൾ കുത്തിയതാവാം, അതല്ലെങ്കിൽ കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ ഈ ആന മറ്റ് മരങ്ങളിലോ മറ്റോ ഒക്കെ ഇടിച്ച് ഉണ്ടായതാവാം ഈ മുറിവുകൾ എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് എത്രയും വേഗം ചികിത്സ നൽകണം എന്നുള്ളതാണ് മൃഗസ്നേഹികളായ ആളുകളും നാട്ടുകാരും ഒക്കെ ഉൾപ്പെടെ ആവശ്യമായിട്ട് ഉന്നയിച്ചിരുന്നത്. ഏതായാലും ആ ചികിത്സ നൽകുന്നതിന് വേണ്ടി മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ആ ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പ് കടക്കാൻ പോകുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ആനയെ പിടികൂടി അതിനെ ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ഒരു രണ്ടാമത്തെ ദൗത്യമാണിത് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം PT-7 എന്ന പാലക്കാടിനെ ഏറെ കാലം വലിയ രീതിയിൽ മുൾമുനയിൽ നിർത്തിയ ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തി ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുക വരെ ചെയ്തിട്ടുള്ള കൊമ്പനെ വലിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വനംവകുപ്പ് മുൻപ് പിടികൂടിയിരുന്നു. അങ്ങനെ 2023 ഈ PT-7 എന്ന ആനയെ പിടികൂടുന്ന വലിയ ശ്രമകരമായ ദൗത്യം പാലക്കാട് നടന്നിരുന്നത്. ആ ദൗത്യത്തിന് ഒടുവിൽ അന്ന് ആ PT-7 പിടികൂടി ധോണിയിലെ ക്യാമ്പിലേക്ക് മാറ്റുകയും അതിനെ മെരുക്കി അതിനെ ഒരു കുങ്കി ആനയാക്കി മാറ്റുകയും അതിന് ധോണി എന്ന് പേരിടുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ PT-5 എന്ന ആ കൊമ്പൻ കഴിഞ്ഞ കുറേയേറെ കാലമായി തുടർച്ചയായിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ആളുകളുടെ കൃഷിയും വീടുകളും മറ്റുമൊക്കെ നശിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ ആന കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ജനവാസ മേഖലയിൽ നിന്ന് പെട്ടെന്ന് കാടിലേക്ക് കയറിപ്പോവാത്ത ഒരു സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ്. അത് നാട്ടുകാർ ഉൾപ്പെടെ വലിയ പരാതിയായി പറയുകയായിരുന്നു. സാധാരണ കൊമ്പന്മാരൊക്കെ വനംവകുപ്പ് എത്തി പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാട് കയറുന്ന സ്ഥിതി ഉണ്ടാവുമെങ്കിൽ PT-5 അങ്ങനെയല്ല, അത് കാട് കയറാത്ത ഒരു സ്ഥിതിയാണ്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിരുന്നു. ഏതായാലും ആ നാട്ടുകാരുടെ പരാതിക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ വനംവകുപ്പ് ദൗത്യത്തിലേക്ക് കടക്കുന്നത്. ആനയെ പിടികൂടി അതിൻ്റെ കണ്ണിനെ കാഴ്ച വീണ്ടെടുത്ത് അതിനെ ഒന്നുകിൽ കാട്ടിലേക്ക് തിരിച്ചയക്കും, അതല്ലെങ്കിൽ അതിനെ ബേസ് ക്യാമ്പിലേക്ക് മാറ്റുന്ന മറ്റു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ പാലക്കാട് ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ PT-5 പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 15 അംഗ സംഘം അല്പസമയത്തിനകം തന്നെ കാട്ടിലേക്ക് തിരിക്കും. ശരി അരുൺ, എന്തായാലും കണ്ണിന് പരിക്കേറ്റ PT-5 മയക്കുവെടി വച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള ദൗത്യ സംഘത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളും വിവരണങ്ങളുമാണ് അരുൺ ആലത്തൂർ നൽകിയത്.